നമസ്കാരം. കുട്ടനാടൻ മാർപ്പാപ്പ, മാർഗംകളി എന്നീ രണ്ട് സിനിമയ്ക്ക് ശേഷം ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത ഇടിയൻ ചന്തു എന്ന സിനിമ ഇന്ന് ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്തിരുന്നു. പടം ഇപ്പോൾ കണ്ടു തീർത്തിട്ടുണ്ട്. അപ്പോൾ പടത്തെക്കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം ഈ സിനിമയിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ബോറടിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിൽ വില്ലനായി വരുന്നത് ചാന്തു സലീം കുമാറാണ്. അത് ഒരുപിടി മുന്നിൽ നിൽക്കുന്ന അഭിനയം തന്നെയാണ്. മികച്ചൊരു വില്ലൻ വേഷം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പീറ്റർ ഹെയ്ൻ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഫൈറ്റ് സംവിധാനവും ഒന്നിനൊന്നും മെച്ചം തന്നെയായിരുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ നന്നായി ലാഗ് അടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടുമടുത്ത എല്ലാതരം ചേരുവകൾ തന്നെയാണ് സിനിമയ്ക്കുള്ളത്. ഒരു പക്ക ക്ലീഷ അനുഭവമാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. സിനിമയുടെ തുടക്കം, നായകൻ്റെ ചെറുപ്പകാലം, അവിടെ നിന്നും തൊട്ട് ക്ലീഷ തന്നെയായിരുന്നു. നന്നായി ക്ലീഷ അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വരെ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് സിനിമ അടിയോട് അടി എന്ന ലെവലിലേക്ക് പോകുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ആ ഒരു ഫൈറ്റ് സീനിൽ നിന്നും വളരെ ഗംഭീരമായിട്ട് ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ സിനിമ ഒരു ആവറേജ് അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും ഈ സിനിമ ആയിട്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നു, ഈ സിനിമ എനിക്കൊരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് സിനിമയായിട്ടാണ്. അപ്പോൾ പടം കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് ഇടിയൻ ചന്തു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.